പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെ നടന്നതിന്റെ പേരിൽ മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ എടുത്ത കേസ് എത്രയും വേഗം പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ് ആവശ്യപ്പെട്ടു. രാജപാത ജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. മാർ പുന്നക്കോട്ടിലിനെതിരെയുള്ള കേസ് പിൻവലിക്കുക, കാലഹരണപ്പെട്ട വനനിയമങ്ങൾ പൊളിച്ചെഴുതുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കോതമംഗലത്ത് നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഉപവാസ സമരത്തിൽ നിരവധി സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയാണ് കോതമംഗലത്ത് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. പാർട്ടി ചെയർമാൻ പി.ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ്. രാജപാതയിൽ നടന്നതിന്റെ പേരിൽ മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ എടുത്ത കേസ് ഉടൻ പിൻവലിക്കണം. രാജപാത തുറന്നു കൊടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി.ജെ. ജോസഫ് പറഞ്ഞു. അതുകൊണ്ട് ആ റോഡ് തുറന്നു കൊടുക്കണമെന്നുള്ള ആവശ്യം ഈ മേഖലയിലുള്ള ജനങ്ങളുടെയാണ്. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല വർഷവും നമ്മൾ നടത്തിയിട്ടുണ്ട്. കാൽനടയായി അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവോട് യാത്ര ചെയ്തതിൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനപ്പോൾ ഏറ്റവും വേഗം ആ കേസ് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യമാണ്. പൂയംകുട്ടി വഴിയുള്ള ഈ പഴയ വഴി രാജപാത തുറന്നു കൊടുക്കണം. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്തുണ്ട്. ഈ കേസുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെറ്റായ നടപടി വനംവകുപ്പിൻ്റെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഉപവാസം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർ പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കുമെതിരെ എടുത്ത കേസ് പിൻവലിക്കുക, രാജപാത തുറന്നു കൊടുക്കുക, കാലഹരണപ്പെട്ട വനം നിയമങ്ങൾ പൊളിച്ചെഴുതുക, വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉപവാസ സമരത്തിൽ ഉന്നയിച്ചത്. മുൻ മന്ത്രി ടി.യു. കുരുവിള അധ്യക്ഷത വഹിച്ചു. പി.സി. തോമസ്, മോൻസ് ജോസഫ് എം.എൽ.എ, ജോയി എബ്രഹാം, ഫ്രാൻസിസ് ജോർജ് എം.പി, അപ്പു ജോൺ ജോസഫ്, ഷിബു തെക്കുംപുറം, എ.ജെ. ജേക്കബ്, ജെയ്സൺ ജോസഫ്, പി.എം. ജോർജ്, റോജൻ സെബാസ്റ്റ്യൻ, മാത്യു വർക്കി തുടങ്ങിയവർക്ക് പുറമെ കോൺഗ്രസ് നേതാക്കളായ ഡി.സി.സി. പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മാത്യു കുഴൽനാടൻ എം.എൽ.എ തുടങ്ങിയവരും പ്രസംഗിച്ചു. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം.പി. ഉദ്ഘാടനം ചെയ്തു. മാർ പുന്നക്കോട്ടിലിനെതിരെ നീചമായ സമീപനമാണ് സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടായത്. കേസ് പിൻവലിച്ചില്ലെങ്കിൽ ആന്റണി ജോൺ എം.എൽ.എയും മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് നിങ്ങൾ പിതാവിനെ കേസിൽ ഉൾപ്പെടുത്തി? നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? എനിക്കെതിരെ എം പി എന്നുള്ള നിലയിലും അതിനു മുമ്പും ഒരുപാട് കേസുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ കേസുകളാണ്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ബോധ്യമുള്ളവരാണ്. എല്ലാ ദിവസവും നമ്മൾ ഈ പറയപ്പെടുന്നത് പോലെ എല്ലാം സുഗമമായി മുന്നോട്ട് പോയിക്കൊള്ളണമെന്നൊന്നുമില്ല. സമരം ചെയ്യേണ്ടി വരും, ആ സമരത്തിൽ പ്രതികളാകേണ്ടി വരും, ഒരുപക്ഷെ ജയിലിൽ പോകേണ്ടി വരും. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സംഘടനാ രംഗത്തേക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കെതിരെ എത്ര കേസ് വേണമെങ്കിലും അവരെടുത്തോട്ടെ, അതിൻ്റെ പേരിൽ നമുക്ക് ഒരു പരാതിയില്ല. ജനകീയ സമരങ്ങളുടെ പേരിൽ ഒരു കേസ് പുതുതായി വന്നു എന്ന് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. എത്ര നീചമായ ഒരു പ്രവൃത്തിയാണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉൾപ്പെടെ സ്ഥലം എം.എൽ.എ ഉൾപ്പെടെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. എനിക്ക് ബഹുമാനപ്പെട്ട ആന്റണി ജോണിനോട് പറയാനുള്ളത്, അദ്ദേഹം ഈ സമരത്തിന് നേതൃത്വം നൽകുന്നു, ഈ സമരത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു, നല്ല കാര്യം. പക്ഷേ അഭിമന്യ പിതാവിനെതിരെയുള്ള കേസ് പിൻവലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ നാടിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ സർക്കാർ ഈ സമരത്തോട് കാണിക്കുന്ന, അതിലേറെ അഭിമന്യ പിതാവിനോട് കാണിച്ചിട്ടുള്ള ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തി അത് നിങ്ങൾ തിരുത്തണം. GTV ന്യൂസ് കോതമംഗലം.